നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കിടക്കൽ. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ തന്ത്രം. സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച് നാളെ വിവിധ ജില്ലകൾ ആരോഗ്യവകുപ്പ് പരിശീലന പരിപാടി വെച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് ആശാപ്രവർത്തകർക്ക് നാളെ പരിശീലന പരിപാടി വെച്ചത്. എല്ലാ ആശാപ്രവർത്തകരും പരിശീലന പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പ്രോഗ്രാം മാനേജർമാർ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. വാർത്തകൾ വിശദമായി. ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സെക്രട്ടറിയേറ്റ് മുന്നിൽ കൊണ്ടുവരുന്നതിന് അനാവശ്യമായ സമരമുണ്ടാക്കി ആ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് CPM നേതാവ് EP ജയരാജൻ. എത്രയും പെട്ടെന്ന് അവർ ഈ സമരം അവസാനിപ്പിക്കണമെന്നും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ ഈ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണെന്നും ആ സമരത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. കരുവന്നൂർ കേസിലെ ചോദ്യം ചെയ്യൽ നാളെ ദില്ലിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാട്ടി CPM നേതാവും MP-യുമായ K. രാധാകൃഷ്ണന് ED സമൻസ് അയച്ചു. ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും ലോക്സഭാ സമ്മേളനത്തിന് ശേഷം ഹാജരാകുമെന്ന് ED രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ച് രാധാകൃഷ്ണൻ ED നേരത്തെ സമൻസ് അയച്ചിരുന്നു. അതേസമയം കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2362 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 222 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 234 പേരാണ് അറസ്റ്റിലായത്. നിരോധിത മയക്കുമരുന്നുകളുടെ സംരംഭത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമനടപടികൾ സ്വീകരിക്കുന്നതിനാണ് 2025 മാർച്ച് 14 സംസ്ഥാന ഭാഗമായി ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തിയത്. എറണാകുളത്തെ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകൾ, റൂം, താമസ സ്ഥലങ്ങളിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. കുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും PGകളിലുമാണ് കളമശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ റെയ്ഡിന് പിന്നാലെയാണ് മറ്റിടങ്ങളിലും പരിശോധന നടക്കുന്നത്. ചില രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എത്തിയതാണെന്നാണ് പോലീസ് പറയുന്നത്. പരിശോധനയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയതായും സ്ഥിരീകരിക്കാത്ത വിവരം ഉണ്ട്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റൽ മുറിയിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പരസ്പരം പഴിചാരി വിദ്യാർത്ഥി സംഘടനകളായ SFIയും KSUവും കഞ്ചാവ് കേസിൽ ശനിയാഴ്ച പോലീസ് പിടിയിലായ ഷാലി KSU യൂണിറ്റ് സെക്രട്ടറിയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. അതേസമയം പോലീസ് പിടികൂടിയ അഭിരാജിന് SFI അംഗത്വമില്ലെന്നും വെള്ളിയാഴ്ച നടന്ന യൂണിറ്റ് സമ്മേളനത്തിൽ അഭിരാജിനെ പുറത്താക്കിയതാണെന്നും സഞ്ജീവ് പറഞ്ഞു. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് SFIയെ മാധ്യമങ്ങൾ വേട്ടയാടുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഈ പ്രചരണത്തിന് നേതൃത്വം നൽകുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന പേരിൽ പിടിയിലായ ഷാലിക്കും ആഷിക്കുമാണ് കഞ്ചാവ് എത്തിച്ചത്. ഇവർ KSU പ്രവർത്തകരാണെന്ന് ഒരു മാധ്യമവും പറയുന്നില്ല. 2 കിലോ കഞ്ചാവുമായി പിടിയിലായ ആകാശും KSU പ്രവർത്തകരാണെന്ന് സഞ്ജീവ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതികളും KSU സംസ്ഥാന നേതാവടക്കം നിൽക്കുന്ന ഫോട്ടോ ഉയർത്തിക്കാട്ടിയാണ് SFI നേതാവ് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത്. കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഗാനമേളയിൽ വിപ്ലവ ഗാനം പാടിയിൽ നടപടിക്കൊരുങ്ങിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അംഗീകരിക്കാനാകാത്ത കാര്യമെന്നും ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്നും പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ഗവർണർക്ക് പരാതി നൽകി. ഉപഭോക്തൃ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായുള്ള സർക്കാർ ഇടപെടലുകൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഓൺലൈൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയ പുതിയ കച്ചവട രീതികളിലൂടെ കാലഘട്ടത്തിൽ ഉപഭോക്തൃ സംരക്ഷണത്തിനും അവകാശത്തിനും വളരെ പ്രാധാന്യമുണ്ടെന്നും പൊതുവിതരണ ഉപഭോക്തൃ കാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ ലീഗൽ മെട്രോളജി വകുപ്പ് സംഘടിപ്പിച്ച ഉപഭോക്തൃ ദിനാചരണം ലീഗൽ മെട്രോളജി ഭവനിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബംഗളൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ തൊടുപുഴ സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ കാഞ്ഞിരപ്പള്ളി സ്വദേശിയെ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൊടുപുഴ സ്വദേശി ലിബിന്റെ മരണത്തിലാണ് കൂടെ താമസിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ യവനെ ബംഗളൂരു ബെന്നാർഘട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെത്തിയാണ് യവനെ കസ്റ്റഡിയിലെടുത്ത് ഇയാളെ അന്വേഷണ സംഘം കർണാടകത്തിലേക്ക് കൊണ്ടുപോയി. താമരശ്ശേരിയിൽ 13 വയസ്സുകാരിയെ കാണാതായി. പുതുപ്പാടി സർക്കാർ സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ബന്ധുവായ മറ്റൊരു യുവാവിനെയും കാണാതായിട്ടുണ്ട്. പുതുപ്പാട് ആച്ചി കോളനി സ്വദേശിയായ അജിനാസിനെയും കാണാതായിട്ടുണ്ട്. ഈ യുവാവിനെതിരെ പെൺകുട്ടിയുടെ രക്ഷാകർത്താക്കൾ നേരത്തെ പരാതി നൽകിയിരുന്നു. അട്ടപ്പാടിയിലും ആതിരപ്പള്ളിയിലും ജോലിക്കിടെ ഷോക്കേറ്റ് KSB തൊഴിലാളികൾ മരിച്ചു. അട്ടപ്പാടിയിൽ ചീരക്കടവിൽ വൈദ്യുതി ലൈൻ സ്ഥാപിക്കുന്നതിനിടെയാണ് ഷോക്കേറ്റ് താൽക്കാലിക ജീവനക്കാരനായ നെല്ലിപ്പതി സ്വദേശി നഞ്ചൻ മരിച്ചത്. ആതിരപ്പള്ളിയിൽ വൈദ്യുതി പോസ്റ്റിലെ അറ്റകുറ്റപ്പണിക്കിടെ ലൈൻമാൻ പത്തനംതിട്ട സ്വദേശി CK റജി ആണ് മരിച്ചത്. അട്ടപ്പാടിയിൽ ചീരക്കടവിൽ വൈദ്യുതി ലൈൻ സ്ഥാപിക്കുന്നതിൽ KSB താൽക്കാലിക ജീവനക്കാർ മരിച്ച സംഭവം ഉദ്യോഗസ്ഥ അനാസ്ഥയെന്ന് ആരോപണം. പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം ഉപയോഗിച്ച് പല്ലുതേച്ച 3 വയസ്സുകാരി ചികിത്സയ്ക്കിടെ മരിച്ചു. പാലക്കാട് അട്ടപ്പാടി ജില്ലിപ്പാറ ഒമ്മല്ലയിൽ മുണ്ടാനത്ത് ലിതിൻ ജോമറിയ ദമ്പതികളുടെ മകൾ നേഹ റോസാണ് മരിച്ചത്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു.
വ്ളോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസ് അപകട മരണം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ജുനൈദ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിന് മൊഴി നൽകി. മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചിട്ട് അപകടമാണ് മരണത്തിന് കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ അത്യാധുനിക സർഫസ് ഗൈഡഡ് റേഡിയേഷൻ തെറാപ്പി ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സാധാരണ കോശങ്ങൾക്ക് കേടുപാട് വരുത്താതെ ക്യാൻസർ കോശങ്ങൾ മാത്രം കൃത്യമായ റേഡിയേഷൻ നൽകാനും പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൻ സുരക്ഷാ വീഴ്ച. രോഗനിർണയത്തിന് അയച്ച ശരീരഭാഗങ്ങൾ മോഷണം പോയി. സംഭവത്തിൽ ആക്രി വിൽപ്പനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പാത്തോളജിയിൽ പരിശോധനയ്ക്ക് അയച്ച ശസ്ത്രക്രിയ ശരീരഭാഗങ്ങളാണ് ആക്രിക്കാരൻ മോഷ്ടിച്ചത്. 17 രോഗികളുടെ സ്പെസിമെനാണ് മോഷണം പോയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പത്തോളജി ലാബിൽ പരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ കൊണ്ടുപോയാണെന്ന് സ്ഥിരീകരിച്ചു. രോഗനിർണയത്തിന് അയച്ച സാമ്പിൾ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തി. ആക്രിയാണെന്ന് കരുതി എടുത്താണെന്ന് വിൽപ്പനക്കാരൻ മൊഴി നൽകി. വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസും അറിയിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പനമ്പള്ളി നഗറിലുള്ള ഓഫീസിലെ സെയിൽസ് വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സി മാത്യു കൈക്കൂലി വാങ്ങുന്നതിനിടെ എറണാകുളത്ത് പിടിയിലായി. ഗ്യാസ് ഏജൻസി ഉടമയായ കവടിയാർ സ്വദേശി മനോജിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് പിടിയിലായത്. 2013 മുതൽ ഇയാൾ പരാതിക്കാരിൽ നിന്ന് പണം കൈപ്പറ്റുന്നുമുണ്ട്. ഒടുവിൽ വീട്ടിൽ വന്ന് 10 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതോടെയാണ് പരാതിപ്പെടാൻ മനോജ് തീരുമാനിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയെ മലപ്പുറം ഇടപ്പാൾ കവർ മാറത്ത് മന അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. യോഗ്യരായ 38 പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് അച്യുതൻ നമ്പൂതിരിയെ ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി തെരഞ്ഞെടുത്തത്. കൊല്ലത്ത് MDMAയുമായി ബോക്സിംഗ് പരിശീലന യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. പന്മന സ്വദേശി ഗോകുലാണ് 16 ഗ്രാമിലധികം MDMAയുമായി പിടിയിലായത്. അമേരിക്കയിൽ കോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയ കേസിൽ തിരുവനന്തപുരത്ത് പിടിയിലായ ലിത്വാനിയൻ പൗരൻ അലക്സേജ് ബെസിക്കോവിനെ ദില്ലി കോടതി തിഹാർ ജയിലിലേക്ക് മാറ്റി. കേരള പോലീസ് കനത്ത സുരക്ഷയിൽ ദില്ലിയിലെത്തിച്ച പ്രതിയെ ഇന്റർപോളിന് കൈമാറുള്ള നടപടികൾ CBI ഉടൻ തുടങ്ങുമെന്ന് ആണ് റിപ്പോർട്ടുകൾ. BJP നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ച അസം കോൺഗ്രസ് വക്താവ് റീതം സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസമിലെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് താൻ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദേശീയതലത്തിൽ ഉയർന്നുവരുന്ന ഭാഷാവിവാദത്തിൽ തമിഴ് രാഷ്ട്രീയ നേതാക്കളെ വിമർശിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും നടനുമായ പവൻ കല്യാൺ രംഗത്ത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ലോക നേതാക്കൾ അമേരിക്ക സന്ദർശിക്കുന്ന വേളയിൽ നഗരത്തിലെ ടെന്റുകളോ ചുവരെഴുത്തുകളോ അവർ കാണണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ വൻ ആക്രമണത്തിന് തുടക്കമിട്ട് അമേരിക്ക. വനിതാ പ്രീമിയർ ലീഗ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് തോൽപ്പിച്ചാണ് മുംബൈ ഇന്ത്യൻസ് 2ാം കിരീടം നേടുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ 44 പന്തിൽ 66 റൺസ് നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ ഇന്നിംഗ്സിൽ കരുത്തിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഡൽഹിക്ക് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. തുടർച്ചയായ 3ാം തവണയാണ് ഡൽഹി ഫൈനലിൽ തോൽക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.